ഇതാര് ഈ സമയത്ത് വന്നേക്കുന്നേ? ഭൂതവും പ്രേതവും ഈ നിത്യവും ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കൊരു പ്രേതത്തിനെ പേടിയൊന്നുമില്ല. പോരാത്തതിന് കത്തനാരുടെ സീരിയല്, നീ കുറച്ചേരം ഇവിടെ വന്നിരുന്ന സീരിയല് കാണും. എന്നതാ നീ നോക്കി നടക്കുന്നേ? ചേട്ടാ നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല. ആൻവിയല്ലേ അമ്മയുടെ മടിയിരിക്കുന്നത്. വാ. കുഞ്ഞിനെ കാണാതെ അമ്മ പേടിച്ചു പോയി. ചക്കര, നീ എന്തിനാ എന്നെ പൂട്ടിയിട്ടേ? അമ്മ വന്ന് തുറന്നു തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലേ എൻ്റെ അടുത്ത്. അതിൽ തല്ലിപ്പൊളിക്കുന്ന കേട്ടോണ്ടാണ് ഞാൻ അവനെ തുറന്നു വിട്ടത്. അപ്പോൾ കൊച്ചാണ്ട് അവിടെ ചുമ്മാ കിടക്കുന്നു. അപ്പം ഞാനിങ്ങെടുത്തു തോന്നുന്നു. ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്നെ പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. തുടങ്ങി അവളുടെ വട്ട്. എടി നിനക്കിതൊക്കെ തോന്നാന്നേ? ഈ വട്ടല്ല, സത്യമാ. ഞാൻ ശരിക്കും കണ്ടതാ. കോളിംഗ് ബെൽ അടിച്ച് ഫ്രണ്ടിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും മുഖംമൂടിയൊക്കെ ഇട്ടൊരു രൂപം. അയാൾ ഭിക്ഷ ചോദിച്ചു. ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇവളോട് ഭിക്ഷ ചോദിക്കാൻ മാത്രം ദാരിദ്ര്യം പിടിച്ച ആരാ ഉള്ള? ഇല്ലേടാ, നിനക്ക് തോന്നിയതായിരിക്കുന്നേ ഇവള് ഓരോന്ന് ആലോചിച്ചിരുന്നിട്ട്. അല്ലെന്നേ, ഞാൻ ശരിക്കും കണ്ടതാ. അതൊരു മുഖംമൂടി വെച്ച രൂപമാന്നേ. അത് ഇനിയും വരും, എന്നെ പേടിപ്പിക്കും. എടാ, ബെല്ലടിച്ചെങ്കിൽ ഞാൻ കേൾക്കേണ്ടതല്ലേ?
ഞാൻ അവിടെ ഇത്ര നേരം കത്തനാര് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ഇവിടെ അങ്ങ് ആരും വന്നിട്ടൊന്നുമില്ല. ഒന്നും മിണ്ടാതെ പോവച്ചേ. കേട്ടോ ബെല്ലടിക്കുന്ന ഒച്ച കേട്ടോ? ഞാൻ പറഞ്ഞില്ലേ? പോയി നോക്കിക്കേ. അല്ലേ നിങ്ങളും കൂടെ വാ, നമുക്ക് ഒന്നിച്ചു പോവാം. എവിടെ അങ്ങോട്ട്? ആ കൊച്ചിനെ എടുത്തു. അച്ഛമ്മേ ഞാനായിരുന്നു സുഗന്ധി. ഇതാണ് മുഖംമൂടിയിട്ട പ്രേതം. ഇത് നമ്മുടെ വേലക്കാരി സുഗന്ധി അല്ലേ? ഓ ഒന്ന് മാറി കൊച്ചമ്മേ. ഓ എന്താ തണുപ്പാ. കുറച്ച് വെള്ളം വീഴാം നമുക്ക് കൊച്ചമ്മേ. ഇത് കുളിക്കാനാ. ഞാനോ? ചൂടുവെള്ളത്തിന് കുളിക്കാൻ നല്ല ഉന്മേഷം കിട്ടും. നിന്റെ കല്യാണം കളവാണോ ഒക്കെ കഴിഞ്ഞോ? അയ്യോ സാറേ, എൻ്റെ അല്ല, എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ അനിയൻ. മതി 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 മതി, എന്തായാലും വന്നല്ലോ. ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പോ, അകത്ത് പോ പോ പോ. കൊച്ചമ്മ ചൂടുവെള്ളം വെച്ചേക്കണേ. ലാ ലല ലാ ലല ലാ ലല. ഇതേ കൊച്ചമ്മ ഇത് പിടിക്ക് പക്കാവട. എന്നാ ജ്യൂസും കുടിക്ക്. എന്റെ കൊച്ചമ്മേ ഒന്നും പറയണ്ട. എന്നാ നീ പറയണ്ട. അല്ല പറ കേക്കാനേ. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ട് നിന്ന് ഇറങ്ങിയതാ. എന്നെ കുറച്ച് പേര് ക്യാമ്പിൽ കൊണ്ടാക്കി. അവിടുന്ന് കിട്ടിയതാ ജ്യൂസും പക്കാവടയൊക്കെ. കുടിച്ചാ കുടിച്ചേ. എനിക്ക് ഇതാണോ കൊണ്ട് തന്നിരിക്കുന്നത് ഒരാഴ്ചത്തെ മുമ്പത്തെ സാധനം? ഇത് മാത്രമല്ല, ഗോതമ്പൊടിയുണ്ട്, അരിപ്പൊടിയുണ്ട്, റവയുണ്ട്, മസാലപ്പൊടിയുണ്ട്. ഈ ഒരാഴ്ചത്തേക്ക് ഒന്നും വാങ്ങണ്ട ഇവിടെ. ക്യാമ്പിൽ സാധനമാണോ കൊച്ചെ ഞാൻ ഉണ്ടാക്കി കഴിക്കേണ്ടത്? അതിനിപ്പോ എന്നാ, വെള്ളപ്പൊക്കത്ത് എല്ലാവരും ഇത് തന്നെയല്ലേ വാങ്ങിച്ചു കഴിക്കുന്നത്. ഇനി ഒരു മാസത്തേക്കൂടെ ഒന്നും വാങ്ങണ്ടല്ലോ. ഈ അടുക്കളയിൽ പോയി വല്ല പണിയുണ്ടോ എന്ന് പോയി നോക്കാം. ഈ കൊച്ചമ്മയുടെ ഒരു കാര്യം.